ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പുതിയ ദിവസം ദൈവത്തോട് ചേർന്ന് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം സങ്കീർത്തനങ്ങൾ 64, 65, 66. ഇന്നത്തെ ചിന്തയ്ക്കായി 66 സങ്കീർത്തനം 10 വാക്യം. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. ദൈവം ലോകത്തെ ഭരിക്കുന്നു എന്ന സത്യം ഒന്നുകൂടെ മനസ്സിലാക്കി തരുന്നതാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിന്റെ രചയിതാവ് ആരെന്നത് വ്യക്തമല്ല. എന്നാൽ ഇതിന്റെ രചനാശൈലിയിൽ നിന്നും ദാവീദ് ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഇസ്രായേലിന്റെ ഭൂതകാല ചരിത്രത്തിന്റെ പല ഏടുകളും ഈ സങ്കീർത്തനത്തിൽ മനോഹരമായി വിവരിക്കുന്നതായി നാം കാണുന്നു. സന്തോഷവും നിരാശയും നിഴലിക്കുന്ന ആശയങ്ങളാണ് ഈ 66 സങ്കീർത്തനത്തിൽ ഉള്ളത്. പുറപ്പാട് സംഭവങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ നിന്നും ചില ചിന്തകൾ ഈ പ്രഭാതത്തിൽ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ആരാധനാ സമൂഹത്തിന്റെ സ്തോത്ര കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തെ പ്രധാനമായും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ് ആരാധനാ സമൂഹം ദൈവം തങ്ങൾക്ക് ചെയ്ത നന്മകളെ സകല ജാതികളോടും അറിയിക്കുന്നത്. ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പല വിവരണങ്ങളും അവർ മിസ്രയീമിൽ അനുഭവിച്ച അടിമത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ ഈ കഷ്ട അനുഭവങ്ങളെ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവമായല്ല, പിന്നെയോ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനെ കുറിച്ച് അവർ അതിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ശത്രുക്കളും പ്രകൃതി ശക്തികളുമെല്ലാം ദൈവജനത്തിന്റെ നാശവും ദുരിതവും ആഗ്രഹിച്ച് പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിന്റെ കരം തങ്ങളെ താങ്ങുകയും ഐശ്വര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നതാണ് സങ്കീർത്തനക്കാരന്റെ സാക്ഷ്യം. ഒരു ആരാധനാ സമൂഹം എന്ന നിലയിൽ അവർ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് ഇങ്ങനെ സ്തോത്രം ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, ആരാധനാ സമൂഹത്തിന്റെ പ്രതിനിധിയായ ഒരുവന്റെ യാഗാർപ്പണം നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നു. 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനത്തിന്റെ 2ാം ഭാഗമായിട്ട് നമുക്ക് കരുതാം. 1-ാം ഭാഗത്ത് ഞങ്ങൾ എന്ന് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഈ 2ാം ഭാഗത്ത് ഞാൻ എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എന്നാൽ 1-ാം ഭാഗത്ത് സ്തോത്രാർപ്പണമായിരുന്നുവെങ്കിൽ ഇവിടെ നടക്കുന്നത് ഒരു യാഗാർപ്പണം ആണ്. ദൈവത്തിന്റെ രക്ഷാകരമായ ഇടപെടലുകൾ നടന്നതിനെ കുറിച്ച് ഇവിടെ അതിനായിട്ട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. കഷ്ടത്തിലായിരുന്നപ്പോൾ നേർച്ചകൾ നേർന്നുവെങ്കിൽ ഇവിടെ യാഗാർപ്പണത്തിലൂടെ അത് നിവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ തൻ്റെ സാക്ഷ്യം മറ്റുള്ളവർ കേട്ടിട്ട് അവരും ദൈവത്തെ സ്തുതിക്കണമെന്ന വലിയ ആഗ്രഹമാണ് സങ്കീർത്തനക്കാരനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ശോധനകളെ നമുക്ക് ഓർക്കാം. അതിലൂടെ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ നമുക്കൊന്ന് ഓർത്തെടുക്കാം. ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രമാക്കാം. നമ്മുടെ സമർപ്പണത്തോളം വലിയ യാഗം മറ്റൊന്നും തന്നെ ഇല്ലല്ലോ. നൽകിയ വിടുതലോർത്ത് ആഴമായ സമർപ്പണത്തോടെ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഈ പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ഒരു ദൈവമാണല്ലോ അവിടുന്ന്. തൻ്റെ ദയ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയാതെ ഇരിക്കുന്ന ഒരു ദൈവമാകുന്നു അല്ലോ അവിടുന്ന്. ആ ദൈവത്തിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഏവരെയും എപ്പോഴും ഒരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.